Welcome to the Language Mill. Here, everyone is an artist. ഇതുവരെ സംസാരിച്ച കാര്യങ്ങൾ ഡ്രോയിങ് ടൂൾസിനെ പറ്റിയും സ്കെച്ച് ബുക്കിനെ പറ്റിയൊക്കെയാണ്. നമ്മുടെ കയ്യിൽ പെൻസിലോ അല്ലെങ്കിൽ പേനയോ സ്കെച്ച് ബുക്കോ നമ്മുടെ കയ്യിൽ കിട്ടി. ഇനി എന്ത് വരയ്ക്കും? വരയ്ക്കുന്ന സബ്ജക്റ്റ് നമുക്ക് എക്സസൈസ് ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ ചുറ്റുപാടിൽ നിന്നുള്ള ഇഷ്ടം പോലെ ഒബ്ജക്ട്സ് ഉണ്ട്. ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് എടുക്കുക, അത് നമ്മുടെ സ്കെച്ച് ബുക്കിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുക. അല്ല, നമ്മുടെ മനസ്സിൽ ഇഷ്ടംപോലെ ഇമേജസ് ഉണ്ടാവും. ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓരോ സബ്ജക്റ്റ് ഒരു ഡ്രീം ആവാം. അതിനകത്ത് എല്ലാത്തിലും ഓരോ എലമെൻറ്റ്സ്, ചെറിയ ചെറിയ എലമെൻറ്റ്സ് ഉണ്ടാവും. അതിനെ സ്കെച്ച് ബുക്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ഇല്ല, വെളിയിലേക്ക് നോക്കൂ, പ്രകൃതിയിലേക്ക് നോക്കൂ, അവിടെ ഉണ്ടാവും ഇഷ്ടംപോലെ എലമെൻറ്റ്സ്. ബിൽഡിങ്സ് ഉണ്ട്, ട്രീസ്, ബ്രിഡ്ജസ്, ഏതെങ്കിലും ഒരു എലമെൻ്റ് എടുക്കുക, അത് ട്രാൻസ്ഫർ ചെയ്യുക. ഈ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമുക്ക് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, വേറൊരു ഡ്രോയിങ്ങുമായിട്ട് കമ്പയർ ചെയ്യരുത്. നമ്മളുടെ ഡ്രോയിങ് നമ്മുടെ വർക്ക് ഓഫ് ആർട്ടാണ്, നമ്മളുടെ സ്കെച്ചസ് നമ്മുടെ വർക്ക് ഓഫ് ആർട്ടാണ്. ആ വർക്ക് ഓഫ് ആർട്ടായിരിക്കണം നമ്മൾ ഇഷ്ടപ്പെടേണ്ടത്. നമ്മൾ വേറൊരു ഒബ്ജക്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നമ്മളിലുള്ള വിശ്വാസം പോവുക. ഇത് വരയ്ക്കുക. ഇതിനകത്ത് പിന്നെ അടുത്ത കാര്യം, അത് വളരെ ക്വിക്കായിട്ട് വരയ്ക്കുക. ഒരു എലമെൻ്റ് മനസ്സിൽ തോന്നി, സ്ക്രിബിൾ ഇറ്റ്, ട്രാൻസ്ഫർ ഇറ്റ് ഇൻ ടു യുവർ സ്കെച്ച് ബുക്ക്. ഒരു പോയം തോന്നി, അങ്ങ് 2 ലൈനാണ് തോന്നിയത്, അങ്ങ് വരച്ചെഴുതുക. 2 ലൈൻ തോന്നി, അങ്ങ് എഴുതിയിടുക. ഇതുപോലെ ആയിരിക്കണം നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. നമ്മൾ ഡ്രോയിങ് ഇംപ്രൂവ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിനെല്ലാം ഈ തോന്നുന്ന തോട്ട്സിൻ്റെ എല്ലാം ഒരു ഇമേജ് ആയിരിക്കണം അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ നമ്മുടെ ഡ്രോയിങ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ.